സിപിഎമ്മിന് ആഴത്തിൽ വേരുകളുള്ള മണ്ഡലമാണ് കൊല്ലം. കശുവണ്ടി ഫാക്ടറികളുടെ നാടായ ജില്ലയ്ക്ക് തൊഴിൽ സമരങ്ങളുടെയും തൊഴിലാളി സംഘടനകളുടെയും സുദീർഘമായ ചരിത്രം പറയുവാനുണ്ട്. കാലാകാലങ്ങളായി നിയമസഭാ ഇലക്ഷനിൽ LDFന്റെ കോട്ടയാകാറുള്ള മണ്ഡലമാണിത്. കൊല്ലം, ചവറ, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര എന്നിങ്ങനെ ജില്ലയിലെ 11 മണ്ഡലങ്ങളിൽ 9 കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ LDFന്റെ കൂടെ നിന്നു. കരുനാഗപ്പള്ളിയും കുണ്ടറയും മാത്രമാണ് അന്ന് UDFന് ലഭിച്ചത്. പക്ഷേ ലോക്സഭാ ഇലക്ഷനിൽ കഴിഞ്ഞ 2 തവണയും കൊല്ലം LDFനെ കൈവിട്ടു. LDFിൽ നിന്ന് പുറത്തുപോയ NK പ്രേമചന്ദ്രനും RSPയും UDFന് വേണ്ടി മത്സരിച്ചപ്പോൾ CPMന് വേണ്ടി MA ബേബി തന്നെ കളത്തിലിറങ്ങിയെങ്കിലും മണ്ഡലം കൈവിട്ടുപോയി. രണ്ടാമത് ധനമന്ത്രി KN ബാലഗോപാലും CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും മണ്ഡലം പ്രേമചന്ദ്രനൊപ്പം നിന്നു. ആദ്യ തവണ 37,649 വോട്ടിനാണ് പ്രേമചന്ദ്രൻ വിജയിച്ചതെങ്കിൽ രണ്ടാം തവണ അദ്ദേഹത്തിന് ലഭിച്ച ഭൂരിപക്ഷം 1,48,856 വോട്ടുകളായിരുന്നു. CPMലെ കരുത്തരെ അടിയറവ് പറയിച്ചുകൊണ്ട് ലോക്സഭയിലേക്ക് ജയിച്ചു കയറിയ NK പ്രേമചന്ദ്രൻ രാജ്യത്തെ ഏറ്റവും മികച്ച സാമാജികനായി 10 കൊല്ലം കൊണ്ട് പേരെടുത്തു കഴിഞ്ഞു. ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത അത്രയും ശക്തമായ അഴിമതി ആരോപണങ്ങളും CPM നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേമചന്ദ്രൻ ഹാട്രിക് വിജയം നേടാനുള്ള സാധ്യതയാണ് മണ്ഡലത്തിൽ തെളിഞ്ഞു കാണുന്നത്. ഇത്തവണ കൊല്ലം MLA മുകേഷിനെ രംഗത്തിറക്കാനാണ് CPM തീരുമാനിച്ചത്. 1967 ശേഷം ഒരേ ഒരു തവണ മാത്രം കോൺഗ്രസിനെ നിയമസഭയിലേക്ക് അയച്ചിട്ടുള്ള കൊല്ലം മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മുകേഷ് ജയിച്ചത് വെറും 2000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു. മുകേഷിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാം എന്ന പ്രതീക്ഷയിലാണ് CPM. 2014 തെരഞ്ഞെടുപ്പിൽ 46.46% വോട്ടാണ് UDFന് ലഭിച്ചത്. 42.18% വോട്ട് CPM സ്ഥാനാർത്ഥി MA ബേബി നേടി. വെറും 6.67% വോട്ടാണ് BJPക്ക് ലഭിച്ചത്. മുതിർന്ന BJP നേതാവ് PM വേലായുധനായിരുന്നു സ്ഥാനാർത്ഥി. 2019 NK പ്രേമചന്ദ്രൻ നേടിയത് 51.61% വോട്ടാണ്. KN ബാലഗോപാലിന്റെ വോട്ട് വിഹിതം കുറഞ്ഞ് 36.24%. BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KV സാബുവിന് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കുവാനായില്ല. 10.67% വോട്ടാണ് BJP സ്ഥാനാർത്ഥിക്ക് അന്നു കിട്ടിയത്. BJP കോൺഗ്രസിന് വോട്ട് മറിക്കുകയാണെന്ന ആക്ഷേപം 2 തിരഞ്ഞെടുപ്പിലും ഉയർന്നിരുന്നു. എന്നാൽ ഇത്തവണ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ BJP കൊല്ലത്ത് ഇറക്കും എന്നാണ് സൂചന. മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ, ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാർ എന്നിവരെ BJP പരിഗണിക്കുന്നുണ്ട്. TC ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കുകയാണെങ്കിൽ കുമ്മനം കൊല്ലത്തേക്ക് എത്തും. അങ്ങനെ സംഭവിച്ചാൽ NK പ്രേമചന്ദ്രന് വിജയം അനായാസമാകില്ലെന്നാണ് വിലയിരുത്തൽ. കുമ്മനത്തെ പോലെയൊരു നേതാവ് മത്സരിക്കാൻ എത്തുന്നതോടെ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരം തന്നെ നടക്കും. ഹിന്ദു വോട്ടുകൾ BJPക്ക് അനുകൂലമായാൽ മറ്റു 2 സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കും എന്നാണ് വിലയിരുത്തൽ.